വെൽക്കം ടു ദ വെസ്റ്റേൺ ഇംഗ്ലീഷ് പ്രാക്ടീസ്. ഇന്നലെ നമ്മൾ കണ്ടത് ഷുഡ് നോട്ട് ഹാവ് ഹാപ്പൻഡ്, ഷുഡ് നോട്ട് ഹാവ് ബീൻ ഹാപ്പൻഡ്, സംഭവിക്കാൻ പാടില്ലായിരുന്നു. വാസ് നോട്ട് ജസ്റ്റിഫൈഡ്, ന്യായീകരിക്കപ്പെട്ടില്ല. വാസ് ജസ്റ്റിഫൈഡ്, ന്യായീകരിക്കപ്പെട്ടു. പിന്നെന്താണ്, ഡിഡ് നോട്ട് സ്റ്റേറ്റ് ആൻ ഒപ്പീനിയൻ, ഒരു ഒപ്പീനിയൻ സ്റ്റേറ്റ് ചെയ്തില്ല, അഭിപ്രായം പറഞ്ഞില്ല. പിന്നെ വൈൽ മോർ ദാൻ 1/3 ബിലീവ് ദ ഷൂട്ടിംഗ് വാസ് ജസ്റ്റിഫൈഡ്. While more than 1/3 people or 1/3 believe, മൂന്നിലൊരു ഭാഗം ഇങ്ങനെ വിശ്വസിച്ചു. 18 tend to have been, 10ൽ 8 പേര് അത് കണ്ടു. പിന്നെ men are more divided about the details of the shooting. Men are more divided, അതായത് അതിൻ്റെ അർത്ഥം എന്തായിരുന്നു? എന്താണ്, ആണുങ്ങൾ കൂടുതൽ ആ ഒരു ഇതിനെ കുറിച്ചിട്ട് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം പുലർത്തി. ഇത്രയുമായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ഒരു പെന്നും പെൻസിലും എടുത്ത് വെച്ചിട്ട് നിങ്ങളിത് എഴുതിയെടുക്കേണ്ടതാണ്. എൻ്റെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് നിങ്ങൾ എഴുതിയെടുക്കേണ്ടതാണ്. ഇനി നമുക്ക് കുറച്ച് ഫ്രേസസ് ആയിട്ട് ഉപയോഗിക്കും. ഇതൊക്കെ നിങ്ങളുടെ സംസാരത്തിൽ നിങ്ങൾ തന്നെ അത് ഉപയോഗിച്ച് വരണം. അതിന് ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് നിങ്ങളൊരു ഡയറി എഴുതുന്നത് സ്റ്റാർട്ട് ചെയ്യുക. സംഭവിച്ച കാര്യങ്ങൾ മാത്രമല്ല, നിങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ ചിന്തിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ എഴുതാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് ഡേ ടു ഡേ ലൈഫിൽ ഈസി ആയിട്ട് ഇംഗ്ലീഷ് വേർഡ്സ് കിട്ടും. അപ്പോൾ നമുക്ക് കുറച്ച് ഫ്രേസസ് കാണാം. ഓവർ ദ കോഴ്സ് ഓഫ് 4 days. ഓവർ ദ കോഴ്സ് ഓഫ് 4 days അതിൻ്റെ എന്താണ് നമ്മൾ പറയില്ല, 4 ദിവസത്തിനുള്ളിൽ. അതിനാണ് നമ്മൾ പറയുക ഓവർ ദ കോഴ്സ് ഓഫ് 4 days ദാറ്റ് വിൽ ബി ഹാപ്പൻ. 4 ദിവസത്തിനുള്ളിൽ അത് സംഭവിക്കും, അല്ലെങ്കിൽ 4 ദിവസത്തിനുള്ളിൽ ഞാൻ പറയാം. ഐ വിൽ be said at over the course of 4 days, 4 ദിവസം. അപ്പം നമ്മുടെ ഭാഷ വളരാണ്. ആ ഒരു ഭാഷയുടെ വളർച്ചയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒരു സാധാരണ ലെവലിൽ നമുക്ക് പഠിക്കാനായിട്ട് സ്പോക്കൺ ഇംഗ്ലീഷ് മതി. അതല്ലാതെ ഒരു ഭാഷ വളരണം. അതിപ്പോൾ മലയാളമാണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും ഏതൊരു ഭാഷയാണെങ്കിലും അതിൽ വേർഡ്സ് ഇങ്ങനെ കണക്ട് ചെയ്ത് വരുമ്പോഴാണ് അത് വളരുക. അപ്പോൾ 4 ദിവസം നമ്മളെങ്ങനെ പറയുക, വിത്തിൻ 4 days എന്ന് പറയും. അതൊരു സാധാരണ ഒരു ഇന്ത്യൻ ഇംഗ്ലീഷാണ്. അപ്പോൾ ഓവർ ദ കോഴ്സ് ഓഫ് 4 days, 4 ദിവസം. അപ്പോൾ ഭാഷ അവിടെ വളർന്നു. അപ്പോൾ ഓവർ ദ കോഴ്സ് ഓഫ് 4 days എന്ന് പറഞ്ഞാൽ 4 ദിവസത്തിനുള്ളിൽ. ഇൻക്ലൂഡിങ് ഡ്യൂറിങ് വീക്കെൻഡ് പ്രൊട്ടസ്റ്റ്, ആഴ്ച തോറുമുള്ള പ്രതിഷേധങ്ങൾ ഉൾപ്പെടെ. എന്താണ് ആഴ്ച തോറുമുള്ള? അതാണ് എന്താ, ഡ്യൂറിങ് വീക്കെൻഡ്, ആഴ്ച തോറുമുള്ള ഉൾപ്പെടെ. ഇൻക്ലൂഡിങ് പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രതിഷേധങ്ങൾ. അപ്പോൾ എന്താണ്, ഇൻക്ലൂഡിങ് ഡ്യൂറിങ് വീക്കെൻഡ് പ്രൊട്ടസ്റ്റ്. ഇപ്പോൾ ഈ എന്താണ്, ആഴ്ച തോറുമുള്ള ക്ലാസ്സുകൾ ഉൾപ്പെടെ എന്നാണെങ്കിൽ നിങ്ങളെങ്ങനെ പറയണം, ഇൻക്ലൂഡിങ് ഡ്യൂറിങ് വീക്കെൻഡ് ക്ലാസ്സസ്. അപ്പോൾ ആഴ്ച തോറുമുള്ള ഹോളിഡേയ്സിൽ നിങ്ങളിത് ചെയ്യണം. അപ്പോൾ എങ്ങനെ പറയാം, ഇൻക്ലൂഡിങ് ഡ്യൂറിങ് വീക്കെൻഡ് ഹോളിഡേയ്സ് യു ഹാവ് ടു ബി ഡൺ സംതിങ്. ഇങ്ങനെ നിങ്ങളിങ്ങനെ വളർച്ച കൂട്ടിക്കൊണ്ടുവരണം നിങ്ങളുടെ ഭാഷയുടെ. ഇനി മോർ ദാൻ 3/4, 3/4 ഭാഗത്തേക്കാൾ കൂടുതൽ. 3/4 ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, 3/4 എന്ന് പറയുക. അപ്പോൾ 1/4 എന്ന് പറഞ്ഞാൽ എന്താണ്, 1/4 ഭാഗത്തെയാണ് 1/4 എന്ന് പറയുക. അപ്പോൾ മോർ ദാൻ 3/4, 3/4 ഭാഗത്തേക്കാൾ കൂടുതൽ. ഓക്കെ, ഇനി ഓൺലി 4% ബിലീവ്. അപ്പോൾ നമ്മളുടെ ഭാഷയിൽ ഇങ്ങനെ കുറച്ച് പേരെന്നൊക്കെയുള്ള ജസ്റ്റ് ഒരു ഫിഗറായിട്ട് നമ്മൾ പറയണം 4% ബിലീവ്. അങ്ങനെ നമ്മുടെ ഭാഷയെ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു മേക്ക് ഓവർ, അതാണ് നമ്മളുടെ വീഡിയോസിൻ്റെ ലക്ഷ്യം. അപ്പോൾ നമ്മൾ 4 ദിവസത്തിനുള്ളിൽ എന്ന് പറയുന്നത് എന്താണ്, ഓവർ ദ കോഴ്സ് ഓഫ് 4 days. അടുത്തത് എന്താണ്, ആഴ്ച തോറുമുള്ള പ്രതിഷേധങ്ങൾ ഉൾപ്പെടെ. അപ്പോൾ ഇൻക്ലൂഡിങ് ഡ്യൂറിങ് വീക്കെൻഡ് പ്രൊട്ടസ്റ്റ്. പിന്നെ 3/4 ഭാഗത്തേക്കാൾ കൂടുതൽ, മോർ ദാൻ 3/4. ഓൺലി 4 ബിലീവ് ദാറ്റ്, 4% ആൾക്കാർ വിശ്വസിക്കുന്നു. ഓക്കെ, ഇതാണ് കുറച്ച്. ഇനി എ മെജോറിറ്റി ഓഫ് അമേരിക്കൻ വോട്ടേഴ്സ്. എ മെജോറിറ്റി ഓഫ്, കുറേ എന്ന് മാത്രമല്ല, മെനി പീപ്പിൾ എന്നൊക്കെ പറയുന്നേക്കാളും നമുക്ക് നല്ലതായിട്ട് പറയാം എ മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസ്, എ മെജോറിറ്റി ഓഫ് ഇന്ത്യൻ പീപ്പിൾ, ഓർ എ മെജോറിറ്റി ഓഫ് ഇന്ത്യൻസ്, അങ്ങനെ പറയാം. ഇനി അടുത്തത്, ഇനി വേറെ കുറച്ച് പേരെ പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയണം, അനദർ 12. അപ്പോൾ ടേം വ്യത്യാസമായി. അനദർ 12% ഓഫ് റെസ്പോണ്ടൻസ്. അപ്പോൾ അനദർ, അപ്പോൾ നമ്മൾ മെജോറിറ്റി ഓഫ് പീപ്പിൾ ഇങ്ങനെ ഒരു കാര്യം പറയുന്നു. അടുത്തത് എന്താ പറയണത്, അനദർ 12% ഓഫ് റെസ്പോണ്ടൻസ്. ഇനി ദ മെജോറിറ്റി സേ ദാറ്റ്, ദ മാർജിൻ, അത് ദ മെജോറിറ്റി ഓഫ് സേ ദാറ്റ്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്കൊരു വലിയൊരു ഭാഗം അതിൻ്റെ ഒരു എററാണ്. അപ്പോൾ എ മാർജിൻ ഓഫ് എറർ ഐ ഹാവ് സീൻ ദ, എ മാർജിൻ ഓഫ് എറർ. അപ്പോൾ ഒരു വലിയൊരു ഭാഗം വേണമെങ്കിൽ ഞാനതിൽ കണ്ടു.
എന്നാണ് പറയുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെക്കണം. അതനുസരിച്ചിട്ട് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ സംസാരത്തിൽ നിങ്ങൾ തന്നെ കൊണ്ടുവരണം. അപ്പോഴാണ് നമ്മൾ ഒരു ഇംഗ്ലീഷ് സാധാരണ പോലെ സംസാരിക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം, നല്ലൊരു ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ എല്ലാവരും നമ്മളിതൊക്കെ പുറത്ത് പോകുമ്പോഴാണ് മറ്റുള്ളവർ നമ്മളെ ഇന്ത്യൻ ഇംഗ്ലീഷാണ് അവർ പറയുന്നതെന്നൊക്കെ നിങ്ങൾക്കത് മനസ്സിലാവണമെങ്കിൽ നിങ്ങളൊരു ഇൻ്റർനാഷണൽ കോൺഫറൻസിനോ അല്ലെങ്കിൽ നിങ്ങളൊരു ഇൻ്റർനാഷണൽ ട്രിപ്പിനോ പോകുമ്പോഴാണ് നമുക്കിതൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുക. അവിടെ നമുക്ക് നല്ലൊരു നമ്മളെ ഇന്ത്യക്കാരാണ്, നമ്മൾ നല്ലതായിട്ട് പറയണമെന്ന് മറ്റുള്ളവർ പറയണം. അപ്പോൾ നമ്മൾ അത്ര നന്നായിട്ട് നല്ലൊരു ഇംഗ്ലീഷ് പറയണം. അതെങ്ങനെ വായിച്ചിട്ടാണ് നമ്മൾ ഈ ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ വേർബിന് 4 ഫോമുണ്ട്, അത് നമ്മൾക്ക് ക്ലാസ് വരും. സബ്ജക്റ്റ് എന്താണെന്ന് അറിയണം, ഇത് മാത്രമാണ് നമുക്ക് ബേസ് അറിയേണ്ടത്. അതുകൊണ്ട് അതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ വീഡിയോസ് കണ്ടു തുടങ്ങാം, അല്ലെങ്കിൽ എൻ്റെ ഒരു അടുത്ത ദിവസങ്ങൾ കുറച്ച് ഇങ്ങനത്തെ ക്ലാസ്സുകൾ കഴിഞ്ഞിട്ട് അതിലേക്ക് കടക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വേർഡ്സൊക്കെ നിങ്ങൾ വീണ്ടും റീകളക്ട് ചെയ്യുക, ഡയറി എഴുതാൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വളരെ ഫ്ലുവൻ്റായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. താങ്ക് യു.